ഹായ് ഹലോ നമസ്കാരം. സ്മൈൽ ഹൈപ്പർ മാർക്കറ്റ് ബലിപെരുന്നാൾ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സ്മൈൽ ഹൈപ്പർ മാർക്കറ്റിൻ്റെ മാനേജിംഗ് പാർട്ട്നേഴ്സായ രാജീവ് സാർ ആൻഡ് നൗഷാദ് സാർ. ഇവർ രണ്ടുപേരാണ്. ശരിക്കും ഞാനിവിടെ വന്നപ്പോൾ ഭയങ്കര അമ്പരന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഇതൊക്കെയെന്ന് പറയുമ്പോൾ എപ്പോഴും പെട്ടെന്ന് ചീഞ്ഞു പോകുന്നൊരു സാധനങ്ങളാണ്. അപ്പം അതിനെ വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് ഫ്രഷ് സംഗതികൾ കസ്റ്റമറിലേക്ക് എങ്ങനെയാണ് അത് എത്തിക്കാൻ സാധിക്കും? ഈ ഫ്രൂട്ട്സ് വെജിറ്റബിൾ എന്ന് വെച്ചാൽ മെയിൻലി എന്ന് പറഞ്ഞാൽ നമ്മളെ കൂടുതലും ഡയറക്റ്റ് പർച്ചേസിങ് ആണ്. ഡെയിലി നമ്മളെ വണ്ടി മൈസൂറും പോയിട്ടും അല്ലെങ്കിൽ ചിക്ക്മാംഗ്ലൂർ എല്ലായിടത്തും പോയിട്ട് ഡയറക്റ്റ് പർച്ചേസ് ഉണ്ട്. അതുപോലെ തന്നെ ലോക്കൽ കണ്ണൂർ മാർക്കറ്റ് പർച്ചേസ് എവിടെയാണോ നല്ല ഫ്രഷ് പ്രൊഡക്റ്റ് കിട്ടുകയാണോ അതാണ് നമ്മൾ മെയിനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതും പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ സ്പെഷ്യലി പ്രൈസ്. വെജിറ്റബിൾ മാർക്കറ്റിൽ എന്ന് വെച്ചാൽ മാർക്കറ്റിൽ ഭയങ്കര പ്രൈസ് കോമ്പറ്റീഷൻ, ഡെയിലി പ്രൈസ് ചെയ്യും. ഇപ്പോൾ എന്ന് വെച്ചാൽ മാർക്കറ്റിൽ പ്രൈസ് വെജിറ്റബിളൊക്കെ കൂടി വരുന്നൊരു ടൈമാണ്. ഈ സമയത്തും സ്മൈലിൽ എന്ന് പറഞ്ഞാൽ പ്രൈസ് ഒരു ആവറേജ് നമ്മൾ പ്രൈസ് മേക്കപ്പ് ചെയ്തിട്ടാണ് വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് കൊണ്ടുപോകാം. നമുക്കതൊരു ബൾക്ക് പർച്ചേസിങ്, അതാണ് ബൾക്ക് പർച്ചേസാണ് മെയിനായിട്ട് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ 4 ഔട്ട്ലെറ്റ് ഉണ്ട്. എല്ലാം കൂടി ബൾക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് കസ്റ്റമേഴ്സിന് ഉണ്ടാവും. അപ്പോൾ ശരിക്കും എന്താണ് ഇത് ഫ്യൂച്ചർ, ഏത് രീതിയിലേക്ക് ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? ഫ്യൂച്ചറിൽ ഒന്നും കൂടിയും ഈ വെജിറ്റബിളും ഇതൊക്കെ എന്ന് വെച്ചാൽ ഒന്നും കൂടി നമ്മൾ ഡിസ്പ്ലേ മെയിൻറ്റെയിനിങ് ഒന്നും കൂടി ഇൻക്രീസ് ചെയ്യാനും ഇനി നെക്സ്റ്റ് മന്ത് നമ്മളുടെ ഒരു ഔട്ട്ലെറ്റും കൂടി ഓപ്പൺ ചെയ്യേണ്ട പ്ലാൻ ഉണ്ട്. കക്കാട് ഒരു ഹൈപ്പർ മാർക്കറ്റും കൂടി വരുന്നുണ്ട് ചെയ്യാൻ. അതുപോലെ നമ്മളെല്ലാ പാർട്ട്ണർമാരായാലും എല്ലാവരും ഒരു ടീം വർക്കാണ്. അതുപോലെ തന്നെയാണ് സ്റ്റാഫും ആ ഒരു ടീം വർക്കിൽ തന്നെയാണ് ഇപ്പോൾ വർക്ക് ചെയ്ത് കൊണ്ടുപോകുന്നത്. അതുപോലെ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക്, അത് നമുക്ക് മെയിനായിട്ട് കസ്റ്റമേഴ്സാണ് കിങ്. അതെ, നമ്മൾ ആ കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്കാണ് നമ്മളൊന്നും കൂടി ഇതാക്കുന്നത്. എന്ത് കസ്റ്റമേഴ്സ് സജസ്റ്റ് ചെയ്താലും അത് പ്രോഡക്റ്റ് എന്തെങ്കിലും ഒരു ഷോർട്ട് ഉണ്ടെങ്കിൽ അത് അവൈലബിലിറ്റി എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാമെന്നാണ് നമ്മൾ തീർച്ചയായിട്ടും കസ്റ്റമേഴ്സിൻ്റെ എല്ലാവരുടെയും ഫീഡ്ബാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇനിയും ഭാവിയിൽ ഫ്രാഞ്ചൈസീസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നെക്സ്റ്റ് മന്ത് നമ്മൾ കക്കാട് ഒരു ഹൈപ്പർ മാർക്കറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളൊരു ഫ്യൂച്ചർ ഒരു പ്ലാൻ ഉണ്ട്. നമ്മളൊരു റെഡിമെയ്ഡും കൂടി ഫാഷൻ കൂടി നമ്മളൊന്ന്, അതായത് ഫാഷൻ ലോകത്തേക്ക് കൂടെ ഒന്നും കൂടി കാലുവെക്കാനുള്ള ഒരു ഇതും കൂടി. അത് ബേസിക് കണ്ണൂർ തന്നെ ആയിരിക്കും? ആ ബേസിക് ഇപ്പം കണ്ണൂർ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഫ്യൂച്ചർ പുതിയ സംരംഭങ്ങൾക്കെല്ലാം ആശംസകൾ അഡ്വാൻസ് ആയിട്ട് അറിയിക്കും. താങ്ക് യു സോ മച്ച്. എൻ്റെ പേര് പ്രീതി രമാദേവി. ഓക്കെ. അപ്പോൾ എത്ര നാളായിട്ട് ഇവിടുത്തെ കസ്റ്റമറാണ്? ഇവിടെ ഇത് തുടങ്ങിയപ്പോൾ മുതൽ ഇവിടെ സാധനം വാങ്ങിക്കാറുണ്ട്. ഓക്കെ. എന്താണ് ഇവിടെ ചൂസ് ചെയ്യാനുണ്ടായ ഒരു റീസൺ? നമ്മുടെ വീടിനടുത്ത് പിന്നെ എല്ലാം ഓൾ അണ്ടർ വൺ റൂഫ് എന്ന് പറഞ്ഞതുപോലെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടാവും. ഒരു കൊടക്കീഴിൽ എല്ലാം അവൈലബിൾ ആണ്. പിന്നെ സാധനങ്ങൾ വളരെ ഫ്രഷ് ആണ്. പിന്നെ പച്ചക്കറികളൊക്കെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നത്, ലാഭത്തിൽ കിട്ടാനുണ്ട്. പിന്നെ എങ്ങനെ വിലയുടെ കാര്യം കുഴപ്പമില്ല, അഫോർഡബിൾ ആണ്. സ്റ്റാഫിൻ്റെ ഒക്കെ ഒരു ഇന്ററാക്ഷൻ കാര്യങ്ങൾ കുഴപ്പമില്ല, നല്ലത്. അപ്പോൾ ഇവിടെ ഓരോ അവേഴ്സിലും ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാറുണ്ടോ ഈ ഓഫേഴ്സ് ഒക്കെ? ഉണ്ട്. ഓക്കെ, അപ്പോൾ താങ്ക് യു. സ്മൈൽ ഹൈപ്പർ മാർക്കറ്റിൻ്റെ പെരുന്നാൾ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ.